ഈ മകനിലേക്ക് ഒഴുകുന്നതുകൊണ്ട് അവരെല്ലാവരിലേക്ക് ഒഴുകണമേ. ഓ ദൈവമേ, തളർവാതെ രോഗിയെ സൗഖ്യപ്പെടുത്തി. അവന്റെ ഞരമ്പുകളെല്ലാം കൃത്യമായി സൗഖ്യപ്പെട്ടു. അവൻ ഓടി നടന്നു. മുടന്തൻ സൗഖ്യപ്പെട്ടു. അവൻ ഓടി നടന്ന പോലെ ഈ മകൻ ഒരു കുടുംബസ്ഥനായി മകൻ ഇവന്റെ ജീവിതത്തിൽ ഇവന്റെ കുടുംബത്തെ എല്ലാം പരിപാലിക്കുന്നതിനും അനേകം രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും എല്ലാം ദൈവമേ ഈ മകനെ പൂർണ്ണ സൗഖ്യപ്പെടുത്തണേ. ഇവനൊരു സാക്ഷിയാണ്. ഇവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ആമേൻ. യെസ് ടോമി, എന്നോട് എന്ത് സംഭവിച്ചു? ഒത്തിരി കുറവെന്നെല്ലാം പോയി. ഈ സത്യമായിട്ടും പോയി. 2 വർഷമായിട്ട് ഇപ്പോഴും ഞാനവിടെ കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 2 വർഷമായിട്ട് വേദനയുണ്ട്. ഇവിടെ വെച്ച് പല്ലിൻ്റെ പ്രോബ്ലം പറഞ്ഞു. ഞാൻ പോയി എക്സ്റേ എടുത്തു. പല്ലിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്നപ്പം തൊഴിലെ പോയി 2 ഡെന്റലിസ്റ്റിനെ ചെന്നു. ഒരു ഡെന്റലോ എൻ്റെ പല്ല് തുറന്ന് പല്ല് തുറന്ന് അടച്ചു. 2 ദിവസത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. വീണ്ടും പെയിനായി. വേറൊരു വലിയൊരു ഡെന്റലിസ്റ്റിനൊക്കെ പോയി. അവരാണ് പറഞ്ഞത് ഇത് നെർവിൻ്റെ പെയിനാണ്. അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടുമായിട്ട് ഇവിടെ GP എടുക്കാൻ വന്നു. GP പറഞ്ഞു ഇതിങ്ങനെ ഉള്ളതാണ്. അതിൻ്റെ പേരെന്നാന്ന് പറഞ്ഞ് വേറെ എന്തൊരു പ്രത്യേക ഒരു പേരുണ്ട് അതിന്. മെഡിസിൻ ഇല്ല, അതിന് റീസണും അറിയത്തില്ല മെഡിക്കൽ സയൻസിൽ. ഞാൻ ഒത്തിരി ഗൂഗിൾ ചെയ്ത് ഒത്തിരി കാര്യം നോക്കിയതാണ്. എല്ലാ ദിവസവും 3 ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഡോക്ടർ തളർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വേദന അങ്ങ് വിട്ടുപോയി തോന്നി. അതൊരു ഇടയ്ക്കെല്ലാം ഒരു 2 മാസം ഇതിനിടയ്ക്ക് വിട്ടുപോയി. ഒന്നുപോലും അറിയത്തില്ല. അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും. അതങ്ങനെ തന്നെ അവർ പറഞ്ഞിരുന്നത്. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരും, പക്ഷെ പോകും. കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവി. ഇവിടെ നിൽക്കൂ. അപ്പം നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ച് അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്കുമുള്ള എല്ലാ പ്രയാസങ്ങളും മാറാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, മോനും കൈ വിടർത്തി പ്രാർത്ഥിച്ചു. കർത്താവ്, ഇപ്പം നിന്നിലേക്ക് ഒഴുകിയ ശക്തി കർത്താവെ ഈ മക്കളിലേക്ക് എല്ലാം ഒഴുകട്ടെ. കർത്താവെ, ഇവരെല്ലാവരിലേക്കും അങ്ങയുടെ സ്പർശനം കൊടുക്കണേ. കർത്താവെ, നിരവധി വേദനകളും കുടുംബ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും എല്ലാം ഞങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്, വിശ്വാസത്തോടെ ചോദിക്കുന്ന എന്ത് കാര്യവും അങ്ങ് നടത്തി തരും. അച്ഛനിങ്ങോട്ട് നീങ്ങിയെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കൈ ഓർത്ത് പിടിച്ച് ഓക്കെ. ഈശോയുടെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് ഈശോയോടൊപ്പം ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ മാംസപേശികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്ക് ഒഴുകട്ടെ. ആമേൻ. നമുക്ക് മുട്ടുകുത്തി സമാപന ആശീർവാദത്തിനായിട്ട് നിത്യമഹോന്നത
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ തൂഗണമേ വത്സല സുതരിൽ മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവത്തെ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ തൻ പൂജിതമാം നാമം വാഴ്ത്തിടുവിൻ രിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ തൻ പൂജിതമാം നാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാതൻ ദിവ്യനാമം വാഴ്ത്തിടുവിൻ വരവിരയാലൊളി വിതറും ദൈവമാരെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ അച്ഛന് പെട്ടെന്ന് നന്ദി പറഞ്ഞു. സ്വർഗാരോപിത മാതാവേ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂരരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പോകാൻ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അച്ഛനെ ഇപ്പോൾ പോവുകയാണ്. അച്ഛനെ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ആയിരിക്കാനും ഞങ്ങളെ ആശീർവദിച്ചതിനെല്ലാം പ്രൈസ് ദി ലോർഡ്. നന്ദി. കൈയടിച്ച് ചേർത്താണ്. നമ്മുടെ ധ്യാനം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട്